നിങ്ങൾ ഇന്നത്തെ ഇസ്രയേൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാൻ പറഞ്ഞു തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഒരു റീജിയനാണ് ഇസ്രയേൽ. അത്രയൊക്കെ വരുള്ളൂ ഇന്നത്തെ ഇസ്രയേൽ. അതിൽ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. മുകളിൽ വരുന്ന ഭാഗം ഗലീലി എന്ന് പറയുന്ന ഭാഗം, സമാരിയ, അത് കഴിഞ്ഞ് ജുഡായയിലാണ് ബത്ലഹേമും ജെറുസലേമും ഉള്ളത്. അതായത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, വീണ്ടും അതിലേക്ക് തിരിച്ചു വരികയാണ്. ജസ്റ്റ് ഇൻ്ററാക്ട് ലൈക്ക് ദാറ്റ്. അപ്പം അവിടെ പ്രധാനപ്പെട്ട പല പല വംശങ്ങളുണ്ടായിരുന്നു. അതിലൊരു വംശമാണ് ജൂതർ. ഈ ജൂതർ ഈ 3 ഉണ്ടായിരുന്നു. ഗലീലിയിലുണ്ടായിരുന്നു, ജുഡായിലുണ്ടായിരുന്നു, സമരിയയിലുണ്ടായിരുന്നു. ഇവർ പരസ്പരം കണ്ടുകൂടായിരുന്നു. അതാണ് രസം. നമ്മുടെ ഈ ഒരേ ജാതികളിൽ തന്നെ പല പ്രദേശങ്ങളിലുള്ള ജാതികൾ തമ്മിൽ കല്യാണം കഴിക്കാറില്ല ഇവിടെ, നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഈഴവ സമുദായത്തിൽ തന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വടക്കുള്ളവരൊക്കെ അറിയപ്പെടുന്ന തീരെന്നാണ്. അവർ PSC ലിസ്റ്റിൽ അവർ ഈഴവനാണ്. പക്ഷേ അവർ പറയുന്നത് തീരെന്ന് പറയുന്നത് ഈഴവരെക്കാൾ കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയ ആളുകളാണെന്നാണ് അവരുടെ വാദം. അവർ കല്യാണം പരസ്പരം കഴിക്കാറില്ല. അവർ ഈ ഫേസ്ബുക്കിലൊക്കെ ഇപ്പോൾ പോസ്റ്റുകൾ കാണാറുണ്ട് പലപ്പോഴും, ഞങ്ങൾ വ്യത്യസ്തരാണ് എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ജൂതന്മാരുടെ ഇടയിൽ തന്നെ പല പല ജൂതന്മാരുണ്ടായിരുന്നു. എല്ലാ ജാതികളും ഒരുപാട് ഉപജാതികളുടെയും പ്രാദേശിക വകഭേദങ്ങളുടെയും ഒരു സങ്കരമാണ്. അതിലൊരെണ്ണമാണ് സഡൂസീസ് എന്ന് പറയും. സഡൂസീസ് എന്ന് പറയുന്നത് ശരിക്കും ജൂതന്മാരിലെ ഏറ്റവും ഉയർന്ന ഒരു ക്ലാസ്സാണ്. ആ ക്ലാസ് സോഷ്യൽ, അതായത് സാമ്പത്തികം, സാമൂഹ്യം, പൗരോഹിത്യമൊക്കെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ക്ലാസ്സാണ് സഡൂസീസ് എന്ന് പറയുന്നത്. രണ്ടാമതാണ് ഫരീസി. ഫരീസി എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ഫരീസിയർ എന്ന് പറയും അല്ലേ, മലയാളത്തിൽ അത് അങ്ങനെയാണെന്ന് തോന്നുന്നു. ഫരീസീസ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ ശരിക്കും പ്രീസ്റ്റ്ലി ക്ലാസ്സാണ്, പുരോഹിത വർഗ്ഗമാണ്. അവർ ഒരു സെക്കൻഡ് റാങ്കായിട്ട് വരും. പക്ഷെ അവർ ഒരുപാട് ജനങ്ങളുടെ ഇടയിൽ വളരെ പ്രിയങ്കരായിരുന്നു അന്നത്തെ കാലഘട്ടം. അവരെ സംസാരശേഷി, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ അവർ റാബീസ് ആയിരുന്നു. റാബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുക്കന്മാരായിരുന്നു, ടീച്ചേഴ്സായിരുന്നു. ദൈവത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. സഡൂസീസ് അങ്ങനെയല്ല, അവർ കൂടുതലും പവർഫുൾ ആയിരുന്നു. അവർ കൂടുതലും ഹെലനിക് ആയിട്ടുള്ള, ഹെലനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീക്കുകാരുടെ ഒരു വേർഷൻ ആണ്. ഹെലനിക് ജുഡായിസം എന്നാണ് പറയുക. ഗ്രീക്ക് എന്താണ് ഗ്രീക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാം. ആദ്യത്തെ വേൾഡ് പവർ ഗ്രീക്കാണ്, അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അറിയാമല്ലോ. അതിനുശേഷം റോമാണ്. റോം ഈ പറയുന്ന പ്രദേശങ്ങളെല്ലാം അടക്കി ഭരിച്ചിരുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ അവിടെയുള്ള ട്രൈബുകളെല്ലാം ഒന്നുകിൽ ഗ്രീസിൻ്റെയോ അല്ലെങ്കിൽ റോമിൻ്റെയോ സാംസ്കാരികപരമായിട്ടുള്ള അധിനിവേശത്തിലായിരുന്നു. സാംസ്കാരികവും സൈനികവുമായിട്ടുള്ള എല്ലാ അധിനിവേശത്തിലും ഇവർ അവിടെ എല്ലാം തന്നെ ഒന്നുകിൽ ഗ്രീക്കുകാരല്ലേ റോമൻകാരുണ്ടായിരുന്നു. ഉപയോഗിച്ചിരുന്ന ഭാഷ, ഭരണഭാഷ ഒന്നിൽ ഗ്രീക്ക് ഭാഷ അല്ലെങ്കിൽ റോമൻ ഭാഷ. അപ്പോൾ രണ്ടാമതാണ് ഫരീസി. അവരുടെ ബേസിക്കലി ഈ പ്രീസ്റ്റ് ക്ലാസ് എന്ന് പറയാം. പിന്നീട് മറ്റൊന്നുള്ളതാണ് ഈ സെലറ്റ്സ് എന്ന് പറയും. സെലറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തീവ്രവാദികൾ, ഐസിസ് മോഡലിലുള്ള ജൂതന്മാരാണ്. അവർ ഈ റോമക്കാർക്കെതിരെയുള്ള പ്രതിരോധം, അതേ കണക്ക് അക്രമം, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ടീമുകളാണ്. പിന്നെ നാലാമതെന്നുള്ള എസീനുകൾ എന്ന് പറഞ്ഞാൽ, എസൻസ് അല്ല, എസീനുകൾ. എസീനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ യോഗി മോഡലാണ്. ഗുഹയിലൊക്കെ പോയി 10 ദിവസം ആഹാരം കഴിക്കാതിരിക്കുക, തെണ്ടി നടക്കുക, ആഹാരം ഈ ഭയങ്കര എക്സ്ട്രീംലി റിലീജിയസ് ആണ്. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യമില്ലാത്തവരാണ് എസീനുകൾ. അങ്ങനെ ഒരു എസീനായിരുന്നു ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത്. സ്നാപക യോഹന്നാൻ എന്ന് പറയുന്ന ടീം ഒരു എസീനായിരുന്നു എന്നാണ് പറയുന്നത്. ഈ എസീനുകളും യോഗികളും ഇന്ത്യൻ ബുദ്ധിസവും ഒക്കെ ആയിട്ടൊക്കെ ഭയങ്കര കണക്ഷൻ. എസീനുകളിൽ നിന്നാണ് നോസ്റ്റിക് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഓർത്തിരിക്കുക. സഡൂസീസ് ഉണ്ട്, ഫരീസി ഉണ്ട്, സെലട്ട് ഉണ്ട്, എസീനുകളുണ്ട്. ഇതിൽ ആരായിരുന്നു യേശു? യേശു ഇതിലേത് വകുപ്പിൽപ്പെട്ട ജൂതനായിരുന്നു എന്നറിയുന്നത് രസകരമാണ്. ആക്ച്വലി ഹീസ് എ ഫരീസി. ഒരു ഫരീസി ആയിരുന്നു യേശു എല്ലാ രീതിയിലും നോക്കുമ്പോൾ. പക്ഷേ ഫരീസി ഭയങ്കര കൺവെൻഷനലാണ്. അവർ ഈ മതത്തെയും ദൈവത്തെയും നിയമത്തെയൊക്കെ പരിപാലിപ്പിക്കാനായിട്ട് ആണ് അവരുടെ ഒരു നീക്കം എപ്പോഴും. പക്ഷേ യേശു കുറേ റെവല്യൂഷൻ കൊണ്ടുവന്നു എന്നാണ് നമ്മൾ പറയുന്നത്. യേശു ഭയങ്കര റെവല്യൂഷണറി ആയിരുന്നു എന്നാണ് പറയുന്നത്. എത്രത്തോളം അതിനകത്ത് ശരിയുണ്ടെന്ന് നമുക്ക് നോക്കാം.